വൃദ്ധസദനത്തിലെ കസേരയിലിരുന്ന് ശാരദാമ്മ അലങ്കാരച്ചെടികളെ നോക്കുകയായിരുന്നു. അവരുടെ മകൻ രാജീവ് വിദേശത്താണ്. വർഷങ്ങളായി ഫോൺ വിളികളിൽ മാത്രം ഒതുങ്ങിയ ബന്ധം. അന്ന് വൈകുന്നേരം രാജീവിന്റെ ഒരു കോൾ വന്നു. സാധാരണഗതിയിൽ വീഡിയോ കോളാണ് ചെയ്യാറുള്ളതെങ്കിലും ഇത്തവണ അതൊരു സാധാരണ ഫോൺ കോൾ മാത്രമായിരുന്നു. അമ്മേ, അടുത്ത മാസം ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, എന്നേക്കുമായി. രാജീവ് ആവേശത്തോടെ പറഞ്ഞു. ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശാരദാമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. ശരിക്കും? എന്റെ മോൻ എന്നേക്കുമായി തിരികെ വരുന്നോ? അതിലും വലിയ സമ്മാനം എനിക്ക് എന്താണ്? സമ്മാനം വരുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും. ഞാൻ എല്ലാ യാത്രകളും ബുക്ക് ചെയ്തു, ലഗേജുകൾ പാക്ക് ചെയ്യുകയാണ്. കുറച്ച് തിരക്കുണ്ട്, ഞാൻ നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് രാജീവ് കോൾ കട്ട് ചെയ്തു. ശാരദാമ്മ സന്തോഷത്തോടെ ആ രാത്രി തള്ളി നീക്കി, മകന്റെ വരവിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ. പിറ്റേന്ന് രാവിലെ വൃദ്ധസദനത്തിലെ ചുമതലക്കാരി ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അമ്മേ, മോൻ മോൻ. ശാരദാമ്മയുടെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് ആശങ്കയ്ക്ക് വഴിമാറി. എന്താണ് മോളെ, അവനെന്താ പറ്റിയത്? അവന്റെ കോൾ വന്നല്ലോ, അവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ചുമതലക്കാരി കരച്ചിലടക്കി പറഞ്ഞു. അമ്മേ, രാജീവ ഇന്നലെ രാത്രി ഒരു കാർ അപകടത്തിൽ മരിച്ചുപോയി. ശാരദാമ്മ കണ്ണടച്ചിരുന്നു. അപ്പോഴവർ ഓർമ്മിച്ചു രാജീവ് വിളിച്ചപ്പോൾ കേട്ട ആവേശം നിറഞ്ഞ വാക്കുകൾ. എല്ലാ യാത്രകളും ബുക്ക് ചെയ്തു, എന്നേക്കുമായി വരുന്നു. അവരുടെ ചുണ്ടിൽ ഒരു നേർത്ത ചിരി വിരിഞ്ഞു. അവൻ വരും, അവൻ പറഞ്ഞ സർപ്രൈസ്, അവന്റെ ഒടുവിലത്തെ യാത്ര. അവർ മകന്റെ അവസാനത്തെ ഫോൺ കോളിനെ ഓർത്ത് ശാന്തയായി ഇരുന്നു. ആ ഫോൺ വിളിയുടെ അങ്ങേയറ്റത്തു നിന്ന് വന്നത് ഒരു യാത്രയുടെ തുടക്കമായിരുന്നോ, അതോ പുറത്ത് കാറ്റടിച്ചു? ആ ഫോൺ വിളിയുടെ ഓർമ്മ മാത്രം ആ മുറിയിൽ തങ്ങി നിന്നു.